ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടുമുറ്റത്തെ ശംഖുപുഷ്പം കൊണ്ട് മുഖം തിളങ്ങാനൊരു സൂപ്പർ ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തയ്യാറാക്കുന്നത്. പാർലറിൽ പോയി ബീച്ചും ഫേഷ്യലും ഒന്നും ചെയ്യാതെ തന്നെ മുഖത്തെ കരിവാളിപ്പ് മാറ്റി നല്ല ഗ്ലോ കിട്ടാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്കിതിൽ ആദ്യം വേണ്ടത് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ്. ശംഖുപുഷ്പത്തിൻ്റെ നീര് കൊണ്ടാണ് ഫേസ് ക്രീം ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ശംഖുപുഷ്പം കൊണ്ടൊരു ചായ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നല്ലോ, ബ്ലൂ ടീ. അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ചായയായി കുടിക്കാൻ മാത്രമല്ല, ശംഖുപുഷ്പം നമ്മുടെ മുഖ സൗന്ദര്യത്തിനും അല്ലെങ്കിൽ സ്കിൻ കെയറിനും വളരെ മികച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ശംഖുപുഷ്പം ഉപയോഗിച്ച് മുഖം തിളങ്ങാനുള്ള ഒരു സൂപ്പർ നൈറ്റ് ക്രീമാണ് തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശംഖുപുഷ്പത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖത്തെ ചുളിവുകൾ മാറാനും ചർമ്മം എപ്പോഴും ഫ്രഷായി ഇരിക്കാൻ ഇത് സഹായിക്കും. മുഖത്തെ കറുത്ത പാടുകൾ മാറ്റാനും ചർമ്മത്തിനൊരു സ്വാഭാവിക നിറം നൽകാനും ഇതൊരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് ശംഖുപുഷ്പത്തിൻ്റെ നീരാണ്. അതിനായി കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ശംഖുപുഷ്പം ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ കുറച്ച് ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ പുറകിലുള്ള ഈ പച്ച ഇതളുകൾ നമുക്ക് ആവശ്യമില്ല. ഇത് മാറ്റിയതിന് ശേഷം വേണം പൂക്കൾ തിളപ്പിക്കാൻ. ഇപ്പോൾ ഞാൻ ആ പച്ച ഭാഗമെല്ലാം മാറ്റി നീല ഇതളുകൾ മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് ഇതിൻ്റെ നീര് വേർതിരിച്ചെടുക്കാം കേട്ടോ. 2 ഗ്ലാസ് വെള്ളം എടുത്താലേ അത് അവസാനം വറ്റി 1 ഗ്ലാസ്സെങ്കിലും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. പക്ഷേ ഫേസ് ക്രീമിന് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ എനിക്ക് മറ്റു ആവശ്യത്തിനും കൂടെ വേണ്ടി, ചായയ്ക്കും കൂടെ വേണ്ടിയാണ് 2 ഗ്ലാസ് വെള്ളം എടുത്തത്. അപ്പോൾ ഇതാ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. വെള്ളം തിളയ്ക്കും തോറും പൂവിൽ സത്ത് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പൂവിലെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല കടും നീല നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഈ നീല വെള്ളമാണ് നമ്മുടെ ക്രീമിന് മാന്ത്രിക ഗുണം നൽകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ. ഇനി ഇതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ ഈ ക്രീം ഉണ്ടാക്കി സൂക്ഷിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സ്റ്റീൽ പാത്രം എടുക്കുന്നുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നാച്ചുറൽ ആയതുകൊണ്ട് ഗ്ലാസ് പാത്രത്തിൽ ഇരുന്നാൽ കൂടുതൽ കാലം ഇത് ഫ്രഷ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു സ്റ്റീൽ പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചാലും മതി. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് 2 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലമാവ് അല്ലെങ്കിൽ മുൾട്ടാണി മിൽട്ടി എടുത്താലും മതി. ഇത് രണ്ടായാലും ചർമ്മത്തിന് വളരെ നല്ലതാണ് കേട്ടോ. മുഖത്തെ അഴുക്കും അമിതമായ എണ്ണമയവും നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. ഇതിലേക്ക് 2 സ്പൂൺ കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അധികമില്ലാതെ കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് നല്ലൊരു ക്രീം പരുവത്തിൽ ഇത് കിട്ടുകയുള്ളൂ. തൈര് നമ്മുടെ ചർമ്മത്തിലെ കറുത്ത പാടുകൾ മാറ്റാനും സ്കിൻ നല്ല സോഫ്റ്റ് ആകാനും ഒരുപാട് സഹായിക്കും കേട്ടോ. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശംഖുപുഷ്പ നീര് ചേർത്ത് കൊടുക്കേണ്ടത്. ഓരോ സ്പൂൺ വീതം ഒഴിച്ച് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കൂ, ആ നീല നിറം കടലമാവും തൈരുമായി ചേരുമ്പോൾ നല്ലൊരു കളർ വരുന്നുണ്ട്. കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം ഇത് ഇളക്കി യോജിപ്പിക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ കടലമാവൊക്കെ ചേർത്ത് ഒരു ഫേസ് പാക്ക് പോലെയാണല്ലോ ഉണ്ടാക്കിയത്. എന്നാൽ നിങ്ങൾ ഇതൊരു നൈറ്റ് ക്രീമായിട്ടാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കടലമാവിനും തൈരിനും പകരം അലോവേറ ജെല്ലും കുറച്ച് ഗ്ലിസറിൻ ചേർക്കാം. ഈ ശംഖുപുഷ്പ നീരിലേക്ക് അലോവേറ ജെല്ലും ഗ്ലിസറിനും ചേർത്ത് നന്നായി മിക്സ് ചെയ്താൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയ ഒരു നൈറ്റ് ക്രീം കിട്ടും. ഇത് രാത്രി പുരട്ടിയിട്ട് കിടന്നുറങ്ങാം, രാവിലെ കഴുകി കളഞ്ഞാലും മതി. അപ്പോൾ നമ്മുടെ പാക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിലൊരു കടുനീല നിറം വന്നിട്ടില്ല. കാരണം നമ്മൾ ഇതിൽ കടലമാവും തൈരും ചേർത്തത് കൊണ്ടാണ്. മഞ്ഞയും വെള്ളയും നിറവുമായി ചേരുമ്പോൾ ഒരു ചെറിയ മാറ്റം വരും. പക്ഷേ നിറം മാറിയാലും ശംഖുപുഷ്പത്തിൻ്റെ ഗുണമെല്ലാം ഇതിൽ കൃത്യമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അവസാനമായി ഞാൻ അല്പം തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു മോയ്സ്ചറൈസിങ്ങും തിളക്കവും നൽകാൻ സഹായിക്കും. അപ്പോൾ ഞാൻ കുറച്ച് തേനാണ് കേട്ടോ ചേർക്കുന്നതിൽ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശംഖുപുഷ്പം ഫേസ് പാക്ക് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ ശംഖുപുഷ്പം പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാത്രിയാണ് ഈ പാക്ക് ഇടുന്നത് ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ ജെല്ലും ഇതേപോലെ രാത്രി ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. നമ്മുടെ പാക്ക് നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മുഖത്ത് പുരട്ടി തുടങ്ങാം. മുഖം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഇതുപോലെ മുഖത്ത് ഒരു കട്ടിക്ക് തന്നെ പുരട്ടി കൊടുക്കുക. നമ്മളിതിൽ കടലമാവും തൈരും തേനും ഒക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു തണുപ്പും ആശ്വാസം തോന്നും കേട്ടോ.
ഇതുപോലെ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ ഇത് വളരെ നല്ലതാണ്. അപ്പം ഫേസിൽ തേക്കുമ്പോൾ നമ്മുടെ കഴുത്തിലും കൂടെ തേച്ച് പറ്റിക്കണം കേട്ടോ. ഇനി ഇത് പുരട്ടി ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ വെക്കാം. പാക്ക് നന്നായി ഉണങ്ങി തുടങ്ങുമ്പോൾ സാധാരണ വെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ. ഇപ്പോൾ ഞാൻ മുഖം നന്നായി കഴുകി വന്നിട്ടുണ്ട്. എൻ്റെ ഫേസിലെ ആ മാറ്റം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാകും. നല്ലൊരു ഫ്രഷ്നെസ്സും അതുപോലെ ചർമ്മത്തിന് നല്ലൊരു തിളക്കവും വന്നിട്ടുണ്ട്. കരുവാളപ്പൊക്കെ മാറി മുഖം ഒന്ന് ബ്രൈറ്റ് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.